ഹലോ, പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പിൻ്റെ വിശേഷമാണ്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പ്ലാൻ ചെയ്തു. നമ്മൾക്ക് എവിടെയെങ്കിലും പോയാലെന്ന് ഓർത്തിട്ട് അങ്ങനെ ഡിസൈഡ് ചെയ്തതാണ്. അപ്പം എറണാകുളത്ത് നിന്ന് അധികം ദൂരം ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എറണാകുളത്ത് നിന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കി. അപ്പോൾ അങ്ങനെ ഫൈനലി ഇളവിഴ പൂഞ്ചിറ നമ്മൾ ഡിസൈഡ് ചെയ്തു. അവിടെ നമ്മളൊരു പ്രോപ്പർട്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, വിളിച്ചു, അതെല്ലാം ബുക്ക് ചെയ്തു. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു വൈബും കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ പ്രോപ്പർട്ടിയിലേക്ക് ഡയറക്റ്റ്ലി കാറോട് ചെല്ലാൻ പറ്റില്ല. അപ്പം അവിടുത്തെ തന്നെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പിൽ നമുക്ക് ഓഫ് റോഡൊക്കെ എടുത്ത് പ്രോപ്പർട്ടി കയറുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നല്ലൊരു ഓഫ് റോഡ് വൈബൊക്കെ നമുക്ക് കിട്ടും. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റി ക്രൗഡിൽ നിന്നും ആ ഒരു സിറ്റി തിരക്കിൽ നിന്നൊക്കെ മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഭയങ്കര ഫെസിലിറ്റീസ്, ഭയങ്കര അമ്യൂണിറ്റീസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ആ ഒരു ക്രൗഡിൽ നിന്നൊക്കെ മാറിയുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വൈബാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് പെർഫെക്റ്റ് ലൊക്കേഷനാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ടൈം വരുന്നത്. നമുക്ക് രാവിലെ 11:30 വരെ നമ്മുടെ ചെക്ക് ഔട്ട് ടൈം അവർ അലോ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു 10-15 പേർക്ക് ഈസിലി ഇവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ബെഡ്സൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ക്ലൈമറ്റ് ആ സമയത്ത് എന്താണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ചെറുതായിട്ട് വെയിലും കാലം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്കും വലിയൊരു തണുപ്പ്, വലിയ ചൂടല്ല, അത് മികച്ചൊരു മിക്സ് ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ രീതിയിലെങ്കിൽ ഇരുന്ന് എൻജോയ് ചെയ്തു. പിന്നെ പ്രോപ്പർട്ടിയിൽ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയൊരു പൂൾ സെറ്റപ്പ് പോലെ ഉണ്ട്. നല്ല ആഴം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീന്താരത്തിൽ എന്തായാലും മുങ്ങി മരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നീന്താൻ അറിയുന്നുണ്ടെങ്കിൽ ചാടുക, അല്ലാത്തൊരു ട്യൂബും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. രാവിലെ നമ്മൾ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ നേരെ വാഗമണിലേക്ക് പ്ലാൻ ചെയ്തു. അവിടെ നിന്ന് ഏകദേശം ഒരു 1 hour ജേണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ വാഗമണിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ് നമ്മളിട്ടു. അവിടെ ചെന്നിട്ട് നമ്മൾ ലഞ്ചും കാര്യങ്ങളും കഴിച്ചു. ലഞ്ച് അത്യാവശ്യം ബിരിയാണി എല്ലാം അടിച്ച് കയറ്റിയപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരും വയറ് നിറഞ്ഞ് ഫില്ലായി. പിന്നെ എല്ലാവരും ടയർഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ എല്ലാവർക്കും ഓഫീസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളധികം ഒന്നും പ്ലാനിങ് ഇട്ടില്ല. നേരെ നമ്മൾ റിട്ടേൺ ജേണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓൺ ദ വേ നമ്മൾ ചായ കുടിക്കാനുള്ള സ്പോട്ട് നോക്കി അവസാനം എറണാകുളം എത്തി. എറണാകുളത്തേക്ക് പിന്നെ നമ്മൾ അവിടെ തന്നെ ചായയും കാര്യങ്ങളും കുടിച്ചിട്ട് പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇളവിഴ പൂഞ്ചിറ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിൽ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പം അതുവരെയും എല്ലാവർക്കും ബൈ.